ഹായ് ഓൾ, ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, അതിൽ വന്ന പുതിയ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, 2 ദിവസവും നല്ല സപ്പോർട്ടാണ് തന്നത്. നമുക്ക് കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് കൊടുത്ത് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ അവരത് പയ്യെ റിവ്യൂസ് ഒക്കെ ആയിട്ട് ഇട്ട് തന്നു തുടങ്ങി. അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് തന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയാണ്. വീണ്ടും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കയറാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന 2 തരത്തിലുള്ള ബ്രായാണ്, 2 ടൈപ്പ് ഓഫ് ബ്രായാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, അതായത് ഒരു ഡെയിലി വെയറിന് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയറിന് പറ്റുന്ന ഒരു ബ്രാ എന്നുള്ളത്. നമ്മളെല്ലാവർക്കും നമ്മുടെ ശരീരത്തിന്റെയും ബ്രസ്റ്റിന്റെ സൈസും ഒക്കെ അനുസരിച്ചാ നമ്മളെല്ലാം എടുക്കുന്നത് അല്ലേ. എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിന് പറ്റുന്ന ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ് എനിക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അത് ഓരോ പ്രോഡക്റ്റിന്റെയും നമ്മൾ സ്പെഷ്യാലിറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കേട്ടേക്കാം. ഇന്നർ ആയതുകൊണ്ട് നമുക്കൊരു റിട്ടേൺ ഇല്ലല്ലോ. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് മറ്റുള്ള കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഞങ്ങൾക്കോ. കാരണം റിട്ടേൺ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് കസ്റ്റമറിനോട് നോ പറയാനൊരു ബുദ്ധിമുട്ട്. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിന് ഞങ്ങൾക്കൊരു നല്ലൊരു കറക്റ്റ് ആയിട്ട് തരാൻ പറ്റാതെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റിലും എന്താണ് അതിന്റെ ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ വീഡിയോ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ച് ഒന്ന് കേട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ഈ മാനിക്യൂറിൽ ഇട്ടിരിക്കുന്ന പ്രോഡക്റ്റിന്റെ പേര് തന്നെ ഞാൻ പറയാം. സുപ്രീം സപ്പോർട്ട് ബ്രാ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 795 ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മളൊരു 2-3 മാസം മുന്നേ എന്നെനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെയിം പ്രോഡക്റ്റ് തന്നെ വേറൊരു ബ്രാൻഡിന്റെ C&D കപ്പിലുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് വാട്സപ്പിലായിട്ടും കമന്റ് ബോക്സിലും ബി കപ്പ് കൊണ്ടുവരാവോ എന്ന് ചോദിച്ചിരുന്നു. ബി കപ്പ് സെയിം തന്നെ ആണ്, പക്ഷെ സെയിം ബ്രാൻഡിന്റെ അല്ലെങ്കിലും നമ്മൾ ഇത് പ്രോഡക്റ്റ് ബി കപ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇത്. പിന്നെ ബി കപ്പിൽ കൊണ്ടുവന്നപ്പോ തന്നെ നമ്മളിത് കസ്റ്റമർക്ക് ഇല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്ത് അവരുടെ ഫീഡ്ബാക്കും കൂടെ ഞാനൊന്ന് ചോദിച്ചറിഞ്ഞായിരുന്നു. കാരണം നമുക്കിത് എങ്ങനെയാണെന്നൊന്നും അറിയണമല്ലോ. അപ്പൊ എല്ലാ പ്രോഡക്റ്റും നമുക്ക് സ്വന്തമായിട്ട് ഇട്ട് നോക്കി നമുക്കൊരു റിവ്യൂ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൊടുത്ത കസ്റ്റമേഴ്സിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എന്നാൽ തന്നെയും ഇന്നർവെയർ ആയതുകൊണ്ട് നമുക്ക് ആരെയും ഒരാളെ പോലെയാണ് മറ്റൊരാളെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലാണ് ഞാനത് എടുത്തത്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഈ പറഞ്ഞ പോലെ കവറേജും ഒരു എന്താ പറയാ, ഒരു സ്പേസർ ബ്രാ എന്ന് തന്നെ പറയാം. ഒരു കപ്പിന്റെ കാര്യങ്ങളിൽ ഉള്ള ആ ഒരു ഇതും ഷോൾഡർ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി വെയറിന് പറ്റുന്ന തരത്തിലുള്ള ഏത് ബ്രാ നമ്മൾ സെലക്ട് ചെയ്യണം. അത് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ്. ഡെയിലി വെയറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ അനുസരിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്രാ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒരു നോർമൽ ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡൽ, ഇന്ന് എല്ലാവരും അങ്ങനത്തെ ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈവൻ സൽവാർ, ഇതേപോലെ സൽവാർ ഇട്ടാലും ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രാ ഇട്ടു എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലീവേജിന്റെ ഏരിയ വന്നിട്ട് ഈ ഒരു ഏരിയ നല്ല കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കണ്ട ഈ ഒരു ഇത് കണ്ടോ, ആ ഒരു വീതി നമുക്ക് താഴേന്ന് തൊട്ടിട്ട് മേളിലേക്ക് വരേക്കുള്ള വീതിയും കാര്യങ്ങളും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബി കപ്പ് ആണ് നമുക്ക് നിലവിൽ നിൽക്കുന്നത്, പക്ഷെ ഒരു സിയുടെ കവറേജ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു ബി കപ്പ് ആണെങ്കിലും കവറേജ് വന്നിട്ട് സിയുടെ കവറേജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു മോൾഡിങ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല ബ്രസ്റ്റ് ഉള്ളവർക്ക്, നല്ല ബ്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് ബ്രസ്റ്റ് ഉള്ളവർക്ക്, നമ്മുടെ ശരീരഘടന അനുസരിച്ച് വണ്ണം ഉള്ളവർക്ക് എല്ലാവർക്കും ബ്രസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് ഓരോ ശരീരം അനുസരിച്ച് വ്യത്യാസപ്പെടണമെങ്കിൽ. അപ്പോൾ നല്ല ബ്രസ്റ്റ് ഉള്ളവർക്കാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കറക്റ്റ് ആപ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറിയാലോ, അപ്പൊ ബ്രസ്റ്റ് ഉള്ളവർക്ക് എന്ന് പറയുമ്പോൾ നല്ല ഷേപ്പ് നിൽക്കണം. കാരണം എല്ലാവർക്കും
എല്ലാവർക്കും ബനിയൻ സ്റ്റഫിനകത്ത് ചിലപ്പോൾ ഒരു വളരെ തളർന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിരിക്കാം കിട്ടുന്നത്, അങ്ങനെയൊക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ടാവും. പക്ഷെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കപ്പിന് നമ്മുടെ ബ്രസ്റ്റിന് ഷേപ്പ് തരുന്ന രീതിയും അതേപോലെ തന്നെ നല്ല ഹോൾഡിംഗ് കപ്പാസിറ്റിയും നിൽക്കുന്നത്. ആ ഹോൾഡിംഗ് കപ്പാസിറ്റിക്ക് അവര് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടുത്തെ ഈ കണ്ടോ, ഈ ഒരു ബാൻഡ് സൈസ് കണ്ടോ, ഈ വിത്ത് വന്നിട്ട് നല്ല വീതിയുള്ള വിത്താണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എലാസ്റ്റിക്കിന്റെ ഇച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് അത് ഇന്നർ അകത്തോട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതേപോലെയാണ് അത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വീതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ ഒരു സ്റ്റിച്ച് പോയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഈ ഒരു സ്റ്റിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൂടുതലായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും അടിയിൽ നിന്നും കിട്ടാനായിട്ടാണ് ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഇതും കൂടെ വെച്ചിരിക്കുന്നത്. അതേപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രായാണ് സ്ട്രാപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ബ്രസ്റ്റിന്റെ ഇത് എല്ലാം കഴിഞ്ഞാൽ പ്രായമുള്ളവർക്കും പ്രായം ഇല്ലാത്തവർക്കായാലും ബ്രസ്റ്റിന്റെ ഹെവിനെസ് കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്നർ അല്ല യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ അതൊരു ഷോൾഡറിനകത്ത് ഇങ്ങനെ വെയിറ്റിട്ട് പെയിൻ എടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഷോൾഡർ പാഡ് കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടാനും അത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെയിൻഫുൾ അല്ലാത്ത രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു കുഷ്യൻ ടൈപ്പാണ്. ഇതേപോലെ ഒരു കുഷ്യൻ ടൈപ്പാണ് അത് വെച്ചിരിക്കുന്നത്. ഇതേപോലെയാണ് അത് വെച്ചിരിക്കുന്നത്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രാപ്പിന്റെ വീതി അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ നിന്നും മേളിലേക്കാണ് സ്ട്രാപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും വരുന്നത്. ഇതിന്റെ ഹുക്ക് നോക്കിക്കഴിഞ്ഞാലോ, ഹുക്ക് നോക്കിയാൽ 1 2 3 4 ഹുക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 1 2 3 4 സെക്ഷൻ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്ന രീതിയിൽ നമുക്ക് ഇടാവുന്ന ഒരു തരത്തിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ സപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇത്രയും ഹുക്സും കൊടുത്തിട്ടുണ്ട് അവര്. അപ്പം ഒരു ബ്രസ്റ്റിനെ ഹോൾഡ് ചെയ്യിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു രീതിക്കുള്ള സ്ട്രാപ്പ് ആണെങ്കിലും താഴത്തെ ബാൻഡ് ആണെങ്കിലും ഹുക്കിലാണെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രസ്റ്റിന് ഷേപ്പ് കിട്ടാനായിട്ടാണ് എങ്കിൽ അതൊരു മോൾഡിംഗ് കപ്പായിട്ടും അത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് ബി കപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഏത് പ്രോഡക്റ്റ് ആണെന്ന് അറിയാനായിട്ട് സിയും ഡിയും നമ്മളൊരു വേറൊരു ബ്രാൻഡിന്റെ ചെയ്തിരുന്നു പറഞ്ഞല്ലോ, അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏറെക്കുറെ ഓക്കെ, ഈ പ്രോഡക്റ്റിന്റെ ആണ് ഈ ഒരു ബി വന്നിരിക്കുന്നത്. കാരണം അതുപോലെ കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു ബി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ വേറൊരു ഇതിനോട് പറഞ്ഞ് നമ്മൾ ബി അതങ്ങനെ നമ്മൾ എടുത്തതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് വേറൊരു പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മോൾഡിംഗ് ഒക്കെ തരുന്നതും ഷേപ്പ് തരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ അടുത്ത് കാണിക്കുന്നത്. അത് ഞാൻ മാനിക്യൂറിൽ ഇട്ടിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മോഡല്, മാനിക്യൂറിൽ ഇട്ടിട്ടുള്ള വ്യൂ. ഇതിന്റെ ഒരു പ്രത്യേകത പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇത് ഞാൻ പേഴ്സണലായിട്ടൊന്ന് നോക്കിയായിരുന്നു. കാരണം ഒരു പുതിയ മോഡലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. പറയാനുള്ള കാരണം ഒന്ന്, എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റിയോടൊപ്പം തന്നെ ഷേപ്പ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഓവർ ഷേപ്പ് എന്നല്ല, ഒരു പരന്ന രീതിയല്ല, നല്ല ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. 2 കവറേജ്, അണ്ടർ ആംസിന്റെ കവറേജ് നല്ല രീതിയിലാണ് കിട്ടുന്നത്. ഇതൊക്കെ ഞാൻ പറയുമെങ്കിലും നമ്മൾ നമ്മുടെ ബോഡീനെയും കൂടെ ഒന്ന് അസസ് ചെയ്തിട്ട് വേണം കേട്ടോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. കണ്ട ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു കവറേജ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കവറേജ് നോക്കിക്കേ, ഇവിടം വരെയാണ് അത് കയറി കിടക്കുന്നത്. കണ്ടോ, ഇത് വരേക്കും കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സി കപ്പ് ആണെങ്കിൽ കറക്റ്റ് സി കപ്പ്, അതേപോലെ ബി കപ്പ് ആണെങ്കിൽ കറക്റ്റ് ബി കപ്പ്, ഡി കപ്പ് ആണെങ്കിൽ കറക്റ്റ് ഡി കപ്പ്. അതായത് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ കപ്പ്. ഇനി കപ്പ് ഇപ്പോഴും അറിയാത്ത ഇഷ്ടംപോലെ നമ്മളിൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന്റെ വീഡിയോയും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്നെയും അറിയില്ലെങ്കിൽ അത് ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു തരാം. ഇത് അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റില് കപ്പ് വൈസ് വെച്ചിട്ട് കറക്റ്റ് ആയിരിക്കും. അതായത് കറക്റ്റ് ബി സി ഡി കപ്പുകൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു എന്താ പറയാ, ചില ബ്രാൻഡ് ഞാൻ പറയുന്നുണ്ടല്ലോ, ചില ബ്രാൻഡിൽ വന്നിട്ട് കപ്പ് സൈസ് വന്നിട്ട് സിക്കാർക്കും പറ്റുന്നതാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റില് അങ്ങനെയല്ല. കറക്റ്റ് ഒരു ബി ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് ആണെങ്കിൽ അത് ബി ആണ്,
ഒരു സി ഉള്ള ഒരു കപ്പ് സൈസ് ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇത് കറക്റ്റ് സി തന്നെ എടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കാരണം അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറഞ്ഞാട്ടോ, ഫുൾ കവറേജ് തന്നെയാണ്. അതിനകത്ത് ഒരു ഡൗട്ടും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് സൽവാറിനോ സാരി ബ്ലൗസിനോ യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. സാരി ബ്ലൗസിന് ഡിപ്പെൻസ് അപ്പോൺ ദി കട്ടിങ് പോലെ ഇരിക്കും സാരി ബ്ലൗസിന്റെ. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ പ്രോഡക്റ്റ് കോട്ടണിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ എല്ലാം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ അത് ജസ്റ്റ് ആയിട്ട് അങ്ങ് പറയുന്നത് മാത്രമേ നമുക്ക്. അതായത് സാരി ബ്ലൗസിന് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ളത് അതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹുക്കാണ്. 3 ഹുക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 3 ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഒരു 3 സെക്ഷനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഹുക്കിൽ വരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു കവറേജും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ നന്നായിട്ട്. അപ്പോൾ ഇത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു മോഡലിന്റെ പേര് വന്നിട്ട് കോമ്പാക്ട് ബ്രാ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് വരുന്നത്. ഇതിന്റെ വില വരുന്ന 520 ബി കപ്പില്. സി കപ്പ് ആകുമ്പോൾ 530, ഡി കപ്പ് ആകുമ്പോൾ അങ്ങനെ നമുക്ക് ബി സി ഡി എല്ലാ സൈസുകളും റെഡി ടു ഡെസ്പാച്ച് ആയിട്ട് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള മോഡലാണ്. അപ്പൊ അങ്ങനെ ഇന്ന് ഈ 2 മോഡലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള, നമ്മൾ പ്രീ ബുക്കിങ്ങില് കുറച്ച് കസ്റ്റമേഴ്സിന്റെ നമ്മൾ പ്രോഡക്റ്റുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട്, അത് എന്റെ മിസ്റ്റേക്കും കൊണ്ടല്ല. നമുക്കിപ്പോ വിചാരിക്കുന്ന പോലെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് അറിയാലോ, എല്ലാം ബ്രാൻഡുകളാണ്. നമ്മള് ഷോപ്പിൽ പർച്ചേസ് ചെയ്ത് വെച്ച് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണോ കമ്പനി എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത്, അത് നമ്മളെല്ലാവർക്കും ഓൺലൈനിൽ നമ്മളുടെ പ്രീ ബുക്കിങ്ങിലുള്ള കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ അല്ലാത്ത കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ നമ്മളത് ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പൊ ചില പ്രോഡക്റ്റുകൾ കമ്പനി കമ്മിറ്റ് ചെയ്യുന്ന സമയങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾ നിങ്ങളോടും പറയുന്നത്. ചില സമയത്ത് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് എമൗണ്ട് റീഫണ്ട് ചെയ്യാറുണ്ട്. റീഫണ്ട് ചെയ്തിട്ടുമുണ്ട്, റീഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കേസ് ഇപ്പൊ നടക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇൻഫോം ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ നമുക്ക് ഒരു പ്രോപ്പർ ഒരു സർവീസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ചില പ്രോഡക്റ്റുകൾക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഡിലേ വെക്കുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് അറിയില്ലാത്ത കസ്റ്റമേഴ്സ് പോലും, അതായത് പുതിയതായിട്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന കസ്റ്റമേഴ്സ് പോലും റീഫണ്ട് വേണ്ട, പ്രോഡക്റ്റ് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. ഞാൻ എന്നാലും പൊതുവായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ 2ലും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് 2ഉം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു മാസത്തെ നമ്മുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഓഫറായിട്ട് വെച്ചിരുന്നത്. കാരണം എന്താ വെച്ചാൽ 799 രൂപയ്ക്ക് മേളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പം അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ നിങ്ങൾക്ക് ഇത് ഗുണമാണ് അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ അറിയുന്നവർക്ക് ഇത് ഷെയർ ചെയ്താൽ അതൊരു യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നാണ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.